അന്തടാ ഈ സിനിമാ നാടൻ തട്ടിപ്പോയത് നമ്മളുടെ ഭാഗ്യാന്ന് കൂട്ടിയാൽ മതി. അവിടെ ചാവാൻ കിടക്കുന്ന വല്ല പട്ടിയോ പൂച്ച ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്ത് പ്രത്യേകമായിട്ട് റീൽസ് ആയിട്ട് നമുക്ക് അതിന്റെ ഇടയിൽ ഇൻസേർട്ട് ചെയ്തിടാം. ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. മലയാളത്തിന്റെ പഴയകാല നടൻ മാധവൻ മാഷ് അല്പസമയം മുമ്പ് അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ കാണാനായി പ്രശസ്ത സിനിമാ താരം വിജയ സൂര്യൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് കാര്യങ്ങൾ അന്വേഷിക്കാം. സാർ ഒരു സെൽഫി എടുത്തോട്ടെ. എടോ, തൻ്റെ തന്ത മരിച്ചാൽ താൻ എടുക്കും ഒരു സെൽഫി. സോറി സാർ, സോറി. അവൻ മൈക്ക കണ്ണ് കുത്തിയില്ലേ? അവനെ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. മാധവ മാഷിന്റെ ആരാണ്? സഹോദരനാ. എത്ര കാലമായിട്ട് നിങ്ങൾ മാധവ മാഷിന്റെ സഹോദരനാണ്? നാട്ടുകാരനായ ഒരാളിൽ നിന്ന് നമുക്ക് പ്രതികരണം കേൾക്കാം. ഹാർട്ട് അറ്റാക്ക് വന്ന് മാധവ മാഷ് എങ്ങനെയാ മരിച്ചേ? അറ്റാക്കായിട്ട് മാധവ മാഷ് തൂങ്ങി വെച്ചു. എവിടുന്ന് അടങ്ങി വരുന്നത്? ട്രിപ്പർ ചാനലിന്. അത് തോന്നി. നിങ്ങള് മാധവ മാഷിന്റെ ആരാണ്? മാധവ മാഷ് ഇന്ന അറിയൊന്നുമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? മാധവ മാഷ് ഇന്ന അറിയില്ല. ഇപ്പൊ അയാൾ നീച്ചൊന്നും പറയുന്നില്ലല്ലോ. ഇവിടെ കുറെ ചളിവരറ്റികൾ വരും, ഓരൊക്കെ കാണാലോ. സെൽഫി എടുക്കാൻ ചെല്ലണ്ടോ, ഒക്കെ ജാട തെണ്ടികളാ. ഇപ്പോൾ എല്ലാ മരണങ്ങളും അറ്റാക്കാണ്. നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് പോകണം. ഇൻഷുറൻസിന്റെ ഒന്നും ആവശ്യമല്ല. നിങ്ങളെ കല്യാണം കഴിഞ്ഞാലേ അതെ, അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം. ചെരവ ഒലക്ക ഇതൊക്കെ എപ്പോഴും തലമണ്ടക്ക് വരികയെന്ന് പറയാൻ പറ്റും. ഇൻഷുറൻസ് ഏജന്റ് ആണല്ലേ? നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് പ്ലാൻ ഉണ്ട്. തട്ടിപ്പോയാൽ സ്പോട്ടിൽ 10 ലക്ഷം കിട്ടും. ഈ മോഡി നിർത്തോടെ ചങ്ങായി. എന്തായാലും മാധവേട്ടന്റെ ഭാര്യ പട്ടിണിയാവൂല. സർക്കാരിന്റെ വിധവാ പെൻഷൻ ഉണ്ടല്ലോ അല്ലേ? അതിനിപ്പോ മാധവട്ടം ചെന്ന് പറയണ്ടേ? മരിച്ച ആൾക്കാർ നേരിട്ട് ചെന്നാലുള്ള വിധവാ പെൻഷൻ കിട്ടുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞത്. വളരെ വികാര നിർഭരമായിട്ടാണ് ഞാൻ ഈ ഒരു വാർത്ത ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറാമാൻ അഭിലാഷ് പിള്ളയ്ക്കൊപ്പം റിപ്പോർട്ടർ അരവിന്ദ്. എടാ, ഡെഡ് ബോഡിന്റെ ക്ലോസ് എടുത്തില്ലേ? എടുത്തില്ല. എടാ, അവരുടെ ഭാര്യ എന്താണ് ഏട്ടാ? എന്താ ഇങ്ങോട്ട് വാടോ, എന്താണ് എന്താ എന്താണ് ചാനലിൽ പറഞ്ഞു വിട്ടതാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട്. പേരും പ്രശസ്തിയിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന തമ്മാടിത്തരം നിർത്തിക്കോണം ഇന്നത്തോടെ. ഇതെന്നെ മാധ്യമധർമ്മല്ലേ? മാധ്യമധർമ്മം